ഹലോ, എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സസ് എന്തുകൊണ്ട് റേറ്റ് ഒക്കെ കൂടുന്നതും. നമ്മൾ നോർമൽ നമുക്കൊരു റെഡിമെയ്ഡ് നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും റേറ്റ് വരത്തില്ല. ചിലപ്പോൾ നമുക്കൊരു നല്ല അടിപൊളി റെഡിമെയ്ഡ് 3000-നും 4000-നും കിട്ടും. നമ്മൾ അതേ മോഡലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പോകുമ്പോൾ 8000, 9000 അല്ലെങ്കിൽ 12,000-ന് മേളിൽ പോകും. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് വരുന്നത്? അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 3000-നോ 4000-നോ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 100 എണ്ണോ 150 അല്ലെങ്കിൽ 1000, 1050 എണ്ണം കാണും. അത് ഇട്ടുകൊണ്ട് തന്നെ വരുന്ന വേറെ ഒത്തിരി പേര് കാണും. അപ്പം നമ്മൾ പക്ഷേ കസ്റ്റമൈസ് ചെയ്തെടുക്കും. നമ്മുടെ ഇഷ്ടമുള്ള പാറ്റേൺ, നമ്മുടെ ഇഷ്ടമുള്ള കളർ, നമ്മുടെ ബോഡി ഫിറ്റിങ്സിൽ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിന് എന്തായാലും അതിൻ്റെതായ യൂണിക്നെസ് ഉണ്ട്. മിക്ക സമയത്ത് കസ്റ്റമേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാവരും കളർ തീമുണ്ട്, ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു കളറിൽ അതിനനുസരിച്ചുള്ള ഡിസൈനിലും മെറ്റീരിയലൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വരും. പിന്നെ മിക്ക സമയത്തും ഇതിൽ യൂസ് ചെയ്യുന്ന ബീഡ്സൊക്കെ നമ്മൾ ഡൈ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോസ്റ്റും എല്ലാം തന്നെയും കൂടും. പിന്നെ ഹാൻഡ് വർക്ക് ആണല്ലോ കൂടുതലും ഇങ്ങനത്തെ കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ്സിലുള്ളത്. അതെല്ലാം ഇവരുടെ ഒരു അവർ ബേസ്ഡ് ആണ് വർക്ക് വരുന്നത്. അപ്പം ഹാൻഡ് വർക്കേഴ്സിനൊക്കെ പൊതുവേ അവരുടെ ബേസ് റേറ്റ് ചാർജ് ഭയങ്കര കൂടുതലാണ്. അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ബുട്ടീക്സ് അതിൽ നിന്നും നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റ്സ് ആണ് നിങ്ങളിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കാരണം അവരാ എടുക്കുന്ന അവേഴ്സും ആ ടൈമൊക്കെ മിക്ക സമയത്ത് മിക്ക വർക്ക്സൊക്കെ നമ്മൾ ഓവർ ടൈം ഒക്കെ ഇരുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് കസ്റ്റമറിന് ഓൺ ടൈം ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. കാരണം നമ്മളൊരു പാറ്റേൺ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചോ, നമ്മൾ കസ്റ്റമർ പറയും നമുക്കൊരു ഫ്ലവറും കുറച്ച് ഇതും കട്ട് ബീഡ്സും ഇതും വെച്ചിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർ പാറ്റേൺ മാറ്റും. അല്ലെങ്കിൽ അയ്യോ അത് വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, സരിയിൽ മതി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ റേറ്റ്സ് മാറും, ടൈം മാറും. നമ്മൾ അത്രയും നേരം ചെയ്ത വർക്കൊക്കെ വെറുതെ ആയിപ്പോൾ പിന്നെ നമ്മളത് വീണ്ടും റീവർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വീണ്ടും ഇതിൻ്റെ റേറ്റ് കൂടുന്നത്. പിന്നെ നമുക്കൊരു ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും പറയും ഓ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്, അല്ലെ ഇന്നൊരു കടയുണ്ട്, അവിടെ പോയി ചെയ്താൽ ഇത്രയും വിലയൊന്നും വരത്തില്ല. ശരിയായിരിക്കും, ഇത്രയും പ്രൈസ് വരത്തില്ലായിരിക്കും. പക്ഷേ ആ ക്വാളിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് കാണും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ബീഡ്സ്, ത്രെഡ്, പിന്നെ നമുക്കിപ്പോൾ ഒരു നോർമൽ ഷോപ്പിൽ നിങ്ങൾ കൊണ്ടുപോയി ഒരു സാധനം കൊടുത്തു എന്ന് വെച്ചോ, അവരിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ഇന്ന് തന്നു, ഒരു 20-ാം തീയതി വന്നോളൂ, കളക്ട് ചെയ്തിട്ട് പോവാം. 20-ാം തീയതി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പല സാധനം ചിലപ്പോൾ അതിൽ കാണത്തില്ലായിരിക്കും. ഇട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ അത്രയും നിങ്ങൾ ഉദ്ദേശിച്ച ഭംഗി കാണത്തില്ല. പക്ഷെ നിങ്ങളൊരു ബൊട്ടീക്കിൽ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പാറ്റേൺ കൊണ്ടുവന്നു, നമ്മൾ പാറ്റേൺ എല്ലാമായിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പിന് ഇത് പ്രാക്ടിക്കലാണോ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പ്രാക്ടിക്കൽ. ഇപ്പം ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രേപ്പ് സ്കേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് പാറ്റേൺ ചെയ്യണം. സോ ഓരോ മെറ്റീരിയലിന് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ചില മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഒതുങ്ങും, ചിലത് ഒതുങ്ങത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ടിങ് അത്രയും കിട്ടത്തില്ല. പ്രിൻ്റുള്ള മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയും. അതായത് വൺ സൈഡിലോട്ട് പ്രിൻ്റ് പോകുന്ന മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അംബ്രല്ല സ്കേർട്ട് വേണമെന്ന് പറയും. അതൊരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം അംബ്രല്ല സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻ്റുകളെല്ലാം ചരിഞ്ഞു. ഇങ്ങനത്തെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബൊട്ടിക്ക് കൊടുക്കുമ്പോൾ ഗുണ്ടാവുന്നതെന്ന് വെച്ചാൽ ഡിസൈനേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഇത് പറ്റും, ഇത് പറ്റില്ല, ഇങ്ങനെ ചെയ്യാം, അതിനൊരു മറുപടി സൊല്യൂഷനുമായിട്ടും അവർ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഫാക്ടേഴ്സാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും നമുക്കൊരു ഡ്രസ്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു, കൊണ്ടുപോയി കൊടുക്കുക, കഴിഞ്ഞു പരിപാടി. പക്ഷെ അങ്ങനെയല്ല. ഇത് ആക്ച്വലി ഒരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ട്രയൽസ് നമ്മൾ ഇടുന്നു, കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും ആരും കാണാത്ത കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഇച്ചിരി റേറ്റ്സ് കൂടി വരുന്നത്.